സണ്ണി ജോസഫിന്റെ പേഴ്സണൽ സ്റ്റാഫിൽ ബന്ധു നിയമനം. വൈദ്യുതി മന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയായി സഹോദരി ഭർത്താവ് ബെന്നി തോമസിനെയാണ് നിയമിച്ചിരിക്കുന്നത്. DCC ജനറൽ സെക്രട്ടറി കൂടിയാണ് ബെന്നി തോമസ്. നിഖിൽ വിവരങ്ങളുമായി ചേരുന്നു. നിഖിൽ, സേതു, ആകെ 13 പേരെയാണ് സണ്ണി ജോസഫിൻ്റെ പേഴ്സണൽ സ്റ്റാഫിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതിൽ 2 അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിമാരുണ്ട്. അതിലൊന്ന് ബെന്നി തോമസും മറ്റൊന്ന് സുദീപ് ജെയിംസുമാണ്. ഈ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയായി നിയമിച്ചിരിക്കുന്ന ബെന്നി തോമസ് സണ്ണി ജോസഫിൻ്റെ സഹോദരിയുടെ ഭർത്താവാണ്. അതുതന്നെയാണ് ഇത്തരത്തിലൊരു ബന്ധു നിയമനം തൻ്റെ പേഴ്സണൽ സ്റ്റാഫിൽ KPCC പ്രസിഡന്റ് കൂടിയായ സണ്ണി ജോസഫ് നടത്തിയിരിക്കുന്നു എന്നൊരു ആരോപണത്തിലേക്ക് ഇപ്പോൾ എത്തുന്നതിൻ്റെയും കാരണം 13-ൽ ഈ 2 പേരാണ് സർക്കാർ ഉദ്യോഗസ്ഥരല്ലാതെ ഉള്ള നിയമനങ്ങൾ ഉള്ളത്. അതിൽ സുദീപ് ജെയിംസ് കഴിഞ്ഞ കുറേ കാലങ്ങളായി അദ്ദേഹം KPCC പ്രസിഡന്റ് ആയ കാലം മുതൽ അദ്ദേഹത്തോടൊപ്പമുള്ളയാളാണ്. ബെന്നി തോമസ് DCCയുടെ ജനറൽ സെക്രട്ടറി കൂടിയാണ്. മാത്രമല്ല രാഷ്ട്രീയ രംഗത്ത് അദ്ദേഹം സജീവമാണ്. അതിലൊന്നും തർക്കമില്ലാത്ത കാര്യമാണ്. കാരണം ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്തും പേരാവൂരിലെ സണ്ണി ജോസഫിൻ്റെ പ്രചാരണമൊക്കെ ഏകോപിപ്പിച്ചതും അതിൻ്റെ കാര്യങ്ങളെല്ലാം അതിൻ്റെ നിയന്ത്രണം ഏറ്റെടുത്ത് നടത്തിയതുമെല്ലാം തന്നെ ബെന്നി തോമസ് ആയിരുന്നു. അതിലൊന്നും ആരും തർക്കം പറയുന്നില്ല. പക്ഷേ മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിലേക്ക് ഇത്തരത്തിൽ സഹോദരിയുടെ ഭർത്താവിനെ ഉൾപ്പെടുത്തുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അത് ഒരു ബന്ധു നിയമനം എന്ന രീതിയിലേക്ക് തന്നെ പോവുകയാണ്. അതിനെതിരെ ചില വിമർശനങ്ങളൊക്കെ ഉയരുന്ന ഒരു സാഹചര്യം കൂടി ഇപ്പോഴേതായാലും ഉണ്ടായിട്ടുമുണ്ട്.